ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഡിസ്കസ് ചെയ്യുന്ന പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേഡിങ്ങിൻ്റെ 2-3 പോർഷനും കൂടി പറയാനുണ്ട്. അപ്പോൾ ഗ്രേഡിങ് നമുക്ക് എന്താണെന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ളത് നോക്കാം. അത് കഴിഞ്ഞ് മറ്റുള്ള അതിൻ്റെ അണ്ടർഗ്രൗണ്ട് കേബിളുകളുടെ ടോപ്പിക്സിലേക്ക് കടക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെ, കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി സെയിം ആക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതിൻ്റെ 2-3 ഇക്വേഷനുകൾ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നമ്മൾ ഇത് വരുന്നത് നമ്മൾ ക്ലിയറായി കണ്ടല്ലോ. നമ്മുടെ ഇൻ്റർസിറ്റി, നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് വരുന്നത് നമ്മൾ ക്ലിയറായിട്ട് കണ്ടു. അല്ല, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നമുക്ക് സെയിം ആക്കി, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ സെയിം ആക്കിയിട്ട് നമ്മളത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മളതിൻ്റെ ഇക്വേഷൻ രൂപത്തിൽ നമ്മളതിനൊന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാം. അതായത് ഇഫ് ഞാനിവിടെ ഇക്വേഷൻസിൽ ഫിഗർ ഇനി വരയ്ക്കാൻ നിൽക്കുന്നില്ല. ഞാനിവിടെ ഇക്വേഷൻസിൽ ഞാൻ ഈ 6 റേഡിയസാണ്, അതിന് പകരം ഞാൻ D റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ R1 പകരം D1 റെപ്രസെൻ്റ് ചെയ്യുന്നു, R2 പകരം D2 റെപ്രസെൻ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ R പകരം ക്യാപിറ്റൽ D റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ്റെ പർപ്പസിലാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം സ്ട്രെസ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സെയിം സ്ട്രെസ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചതിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മുടെ ഇന്നർ ലെയറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എഴുതാൻ പോകുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇന്നർ ലെയർ. ഓക്കെ, അടുത്ത ഇന്നർ ഏറ്റവും ഉള്ളിലുള്ള ലെയറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഈക്വൽ ടു ഇൻ്റഗ്രൽ, നമ്മൾ ആ റേഡിയസ് എടുക്കുമ്പോൾ റേഡിയസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് R എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ R എന്ന് പറയുന്നത് നമ്മൾ D/2 എന്ന് എഴുതുന്നു. ഓക്കെ, അതായത് ഡയമീറ്റർ ബൈ 2 എന്നാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഡയമീറ്റർ ഈക്വൽ ടു ട്വൈസ് റേഡിയസ് അല്ലേ. അപ്പോൾ ഈ R പകരം ഞാനിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? D/2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ സ്ഥലത്തും D/2, D1/2, D2/2, D/2 എന്നാണ്. അപ്പോൾ മനസ്സിലാക്കാതെ റേഡിയസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം V1 ഫസ്റ്റ് ഇന്നർ ലെയറിലെ V1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി D/2 മുതൽ D1/2 GdX. ഓക്കെ, വേർ G ഈസ് ഈക്വൽ ടു D/2 D1/2 Q ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 എപ്സിലോൺ R അല്ല, നമ്മളിവിടെ എപ്സിലോൺ 1 അല്ല, ഫസ്റ്റ് ലെയർ അല്ലേ, ഇൻറ്റു X dx. ക്ലിയർ? അപ്പം യു വിൽ ബി ഗെറ്റിംഗ് Q ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 എപ്സിലോൺ 1 ഇൻറ്റു X dx ബൈ X നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ല, D/2 D1/2 വരുമ്പോൾ ഗെറ്റിംഗ് ലോഗ് E D1/D. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഇന്നർ ലെയറിലുള്ള പൊട്ടൻഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഉത്തരം. ഈ Q ബൈ 2π എപ്സിലോൺ 0 എപ്സിലോൺ 1 നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Gmax ബൈ 2 ഇൻറ്റു D എന്ന് എഴുതാം. ഓക്കെ, Gmax ബൈ 2 ഇൻറ്റു D എന്ന് എഴുതാം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. Gmax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ 0 എപ്സിലോൺ 1 ഇൻറ്റു D എന്നാണല്ലോ. 2 എന്നാണ്, പക്ഷേ ഞാനത് ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ Gmax എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2Q അല്ലെങ്കിൽ നമ്മുടെ Q ഡിവൈഡഡ് ബൈ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ സാധാരണ
ജി മാക്സ്. ഓക്കെ, അപ്പോൾ ആ ജി മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഡിവൈഡഡ് ബൈ 2πε0 ഡി. നമ്മൾ ഡി ഇങ്ങോട്ടേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡി ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്തൊരു ക്യൂ ബൈ πε0ε1 എന്ന് വന്നു. ശരിയല്ലേ? ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിനെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ ഇക്വേഷൻ എന്ത് വരും? 2πε0ε1 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടേമിന് പകരം നമുക്ക് ഈ ഒരു ടേം യൂസ് ചെയ്തുകൂടെ? ശരിയല്ലേ? അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എഴുതി കണ്ടാൽ മനസ്സിലാക്കുക, ഇത് ഈ ഒരു ടേമിനുള്ള പകരം ആയിട്ടുള്ള ടേമാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം V1 = Gmax/2 d log e d1/d. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെയറിലുള്ള പൊട്ടൻഷ്യൽ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ അക്രോസ് സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ. സെക്കൻഡ് ലെയറിൻ്റെയും തേർഡ് ലെയറിൻ്റെയും അക്രോസുള്ള പൊട്ടൻഷ്യൽ. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് അപ്പോൾ V2-ൻ്റെയും V3-ൻ്റെയും പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ V2 വിൽ ബി ഈക്വൽ ടു എന്താണ് വരിക? Gmax/2. പൊട്ടൻഷ്യൽ സെയിം, സ്ട്രെസ് സെയിം ആണല്ലോ, സ്ട്രെസ്സിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ Gmax/2 ഇൻറ്റു D1 അല്ലേ വരിക? D1 log E d2/d1. ക്ലിയർ? സിമിലർലി V3 വിൽ ബി ഈക്വൽ ടു Gmax/2 d2 log E d/d2. log E d/d2. ഓക്കെ, കാരണം നമ്മളിവിടെ 3 ലെയറെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ക്യാപിറ്റൽ D എഴുതിയത്. ഓക്കെ, d/d2. ദെൻ അപ്പോൾ V1 കിട്ടി, V2 കിട്ടി, V3 കിട്ടി അല്ലേ? നിങ്ങളോട് ചോദിക്കുകയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോർ ആൻഡ് എർത്ത്. കോറും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ V വിൽ ബി ഈക്വൽ ടു V1 + V2 + V3. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ത് കിട്ടും? Gmax/2 കോമൺ ആണ് ഇൻറ്റു d log E d1/d പ്ലസ് d1 log E d2/d1 പ്ലസ് d2 log E d/d2. ഇതാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ യുവർ കോർ ആൻഡ് എർത്ത് ഷീത്ത്. ഓക്കെ, കോർ ആൻഡ് എർത്ത് നമ്മളവിടെ ഷീത്ത് എർത്ത് ചെയ്തിരുന്നു അല്ലേ? എർത്ത് ഷീത്തിൻ്റെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യലാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷൻ. നമ്മുടെ ടോട്ടൽ വോൾട്ടേജിന് പറയുന്ന ഇതാണിത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിവിടെ ഇതിപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വന്നത് അല്ലേ? ഇപ്പോൾ ഹോമോജീനിയസ് ഡയലക്ട്രിക്കാണ് എടുക്കുന്നതെങ്കിലോ ഇതിൽ നമ്മൾ ഈ പറയുന്ന സ്മോൾ ഡിയും ഡിയും Gmax ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതിലൊന്നും വേരിയേഷൻ വരുന്നില്ല, ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ്? Gmax/2 log D ഇൻറ്റു log E d/d എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ഗ്രേഡ് ചെയ്യുന്ന കേബിള് ഒരു ഹയർ പൊട്ടൻഷ്യലിലാണ് വർക്ക് ചെയ്യുന്നത് കമ്പയർഡ് ടു യുവർ ഗ്രേഡ് ചെയ്യാത്ത കേബിള്. ഓക്കെ, ഞാൻ പറയുന്ന ഇതാണ്. അതായത് നിങ്ങൾ സാധാരണ ലെവലിൽ നിങ്ങളുടെ കേബിളിൻ്റെ ഉദ്ദേശിച്ച് നമ്മൾ ഇപ്പം ഒരു ഹോമോജീനിയസ് ആണ് എടുക്കുന്നത്. നമ്മളിവിടെ കോമ്പോസിറ്റ് ആയിരുന്നു എടുത്തത്, ഡിഫറെൻറ്റ് ഡയലക്ട്രിക്സ് ആയിരുന്നു, കാരണം അത് സെയിം ആക്കാൻ വേണ്ടി എടുത്തതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹോമോജീനിയസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഹോമോജീനിയസിൻ്റെ പൊട്ടൻഷ്യലിനെ V' എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ V' ഉത്തരം എന്താ വരിക? ഇറ്റ് വിൽ ബി Gmax/2 d log E ഷീത്ത് ബൈ കോർ. ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, കാരണം അവിടെ ഡിഫറൻസ് വരുന്നില്ല. ഡയലക്ട്രിക് D1 D2 D3 അങ്ങനെ ഡിഫറൻസ് വരുന്നില്ല, എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇക്വേഷനിൽ വരിക. നമുക്കിതിൻ്റെ അകത്ത് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ കോമ്പോസിറ്റ് ആയിട്ടുള്ള ഡയലക്ട്രിക്കിൻ്റെ വോൾട്ടേജ്, അതായത് ഈ V, ആ V ഏതിനെക്കാട്ടിയും കൂടുതലാണ് ഈ ഹോമോജീനിയസ് ഡയലക്ട്രിക്കിനെക്കാട്ടിയും കൂടുതലാണ്. സോ V ഈസ് ഗ്രേറ്റർ ദാൻ V'. ഇത് വേണമെങ്കിൽ ചോദിക്കാം.
സോ ഈ വി വോൾട്ടേജ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഗ്രേഡഡ് കേബിൾ. അപ്പോൾ ഒരു ഗ്രേഡഡ് കേബിളിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ എ നോൺ ഗ്രേഡഡ് കേബിൾ. ഒരു നോൺ ഗ്രേഡഡ് കേബിളിനെക്കാട്ടിയും പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? ഒരു ഗ്രേഡഡ് കേബിളിന് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം നിങ്ങളുടെ ഗ്രേഡഡ് കേബിളിൻ്റെ സൈസ് എന്താണ് നോൺ ഗ്രേഡഡ് കേബിളിനെക്കാട്ടിയും കുറവാണ്. കാരണം അത് അത്തരത്തിലാണ് വരിക അല്ലേ. നമുക്ക് സെയിം പൊട്ടൻഷ്യൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രേഡഡ് കേബിളിൻ്റെ സൈസ് എന്തായിരിക്കും? നോൺ ഗ്രേഡഡ് കേബിളിനെക്കാട്ടിയും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു ജി മാക്സ് എന്ന് പറയുന്നത് എന്താണ്? പീക്ക് വാല്യൂ ആണ്. ഓക്കെ, അതെപ്പോഴും ഓർക്കണം. RMS അല്ല, പീക്ക് വാല്യൂ നമ്മളെല്ലാ സ്ഥലത്തും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് അവിടെ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നുമില്ല. സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ് ഉണ്ട്. ഓക്കെ, ഇൻ്റർഷീത്ത് ഗ്രേഡിംഗ്. ഇൻ്റർഷീറ്റ് ഗ്രേഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്രേഡിങ്ങിന് ഇപ്പം പറഞ്ഞ ഈ സാധനം ഉപയോഗിക്കുന്നത് ഏതൊരു ഹോമോജീനിയസ് ഡൈലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഒരു ഹോമോജീനിയസ് ഡൈലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഹോമോജീനിയസ് ഡൈലക്ട്രിക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് പല പല ലെയറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, പല പല ലെയറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇടയിൽ മെറ്റാലിക് ഷീത്തും മെറ്റാലിക് ഷീത്ത് ഈ കോർണർ ലെഡ് ഷീറ്റിൻ്റെ ഇടയിൽ മെറ്റാലിക് ഷീത്ത് വെച്ച് കൊടുക്കും. ഓക്കെ, അത് ഓരോ സ്യൂട്ടബിൾ പൊട്ടൻഷ്യൽ വെച്ച് കൊടുത്തുള്ള അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മോർ യൂണിഫോം പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഒബ്റ്റെയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിനെയാണ് ഒരു എക്കണോമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നവർ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്കണോമിക്കൽ മെത്തേഡ് ടു റെഡ്യൂസ് ഇലക്ട്രിക് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആക്കാനും വേണ്ടി സഹായിക്കുന്ന ഒരു എക്കണോമിക് മെത്തേഡാണ് ഇതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇൻ്റർഷീത്ത് ഗ്രേഡിങ്ങിൽ എന്ത് ചെയ്യുന്നു? ഹോമോജീനിയസ് ഡൈലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ it is divided into various layers. ഓരോരോ ലേയേഴ്സ് ആക്കി പ്ലേസ് ചെയ്യുന്നു. വേരിയസ് ലേയേഴ്സ് ബൈ പ്ലേസിങ് പ്ലേസ് ചെയ്തുകൊണ്ട്? മെറ്റാലിക് ഇൻ്റർഷീത്തുകൾ പ്ലേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ബൈ പ്ലേസിങ് മെറ്റാലിക് ഇൻ്റർഷീറ്റ്സ് ബിറ്റ്വീൻ ദ കോർ ആൻഡ് ലെഡ് ഷീറ്റ്. നമ്മളുടെ കോറും ആ അറ്റത്തുള്ള ഔട്ടർ ലെഡ് ഷീത്തും ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്തും നമ്മൾ മെറ്റാലിക് ഇൻ്റർഷീത്തുകൾ ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ മെറ്റാലിക് ഇൻ്റർഷീത്തുകൾ ആ ഓരോ പൊട്ടൻഷ്യലിൻ്റെ ഇടയിലും നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോ പൊട്ടൻഷ്യലിൻ്റെ ഇടയിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്താക്കാം? ആ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ എന്ത് ചെയ്യാം? യൂണിഫോം ആക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ഒരു ഫിഗറിലൂടെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഇതാണ് നമ്മുടെ കോറ്. ഈ നടുവിലുള്ളതാണ്. ഇതാണ് കോറ്. ഇതാണ് നമ്മുടെ ലെഡ് ഷീത്ത്. ഓക്കെ, ദിസ് ഈസ് യുവർ കോർ, ദിസ് ഈസ് യുവർ ലെഡ് ഷീറ്റ്. ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻ്റർ ഷീത്തുകൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഷീത്തുകൾ. ഒന്നാമത്തെ ഷീത്ത്, ഇത് രണ്ടാമത്തെ ഷീത്ത്. സോ ഇറ്റ് ഈസ് ദ ഇൻ്റർ ഷീത്ത് 1, ഇൻ്റർ ഷീത്ത് 2, ഇൻ്റർ ഷീത്ത് 2. ഓക്കെ, അപ്പോൾ ഇതിനും നമുക്ക് നേരത്തെ പോലെ തന്നെയാണ് പൊട്ടൻഷ്യലിൻ്റെ സ്ട്രെസ്സിൻ്റെ ഫിഗർ. നേരത്തെ ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു ജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഗ്രാഫ് വന്നിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്.
ഓക്കെ, ഇത്തരത്തിലാണ് ഗ്രാഫ് വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞിരുന്നത്. അങ്ങനെ സ്ട്രെസ്സ് നമ്മൾ ഇവിടെ വരെ വരേണ്ടിയിരുന്ന ഒരു സാധനത്തിന് ഇവിടെ വരെയായിരുന്നു സ്ട്രെസ് ഇങ്ങനെ വരേണ്ടത്, പക്ഷേ അത് നമുക്കിവിടെ മിനിമം ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂണിഫോം ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ 2 ഇൻ്റർഷീത്തുകളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇൻ്റർഷീത്തിൻ്റെ ഡയമീറ്റർ D1ഉം രണ്ടാമത്തെ ഇൻ്റർഷീത്തിൻ്റെ ഡയമീറ്റർ D2 എന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഈ ഹോമോജീനിയസ് ഡയലക്ട്രിക്കിൽ ഓരോ ഫിക്സഡ് പൊട്ടൻഷ്യൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ V1 എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ബിറ്റ്വീൻ കോർ ആൻഡ് ലെഡ് ഷീത്ത്. കോർ ആൻഡ് ലെഡ് ഷീത്ത്, ഇതെല്ലാം ലെഡ് ഷീത്ത് തന്നെയാണ്. ഓക്കെ, ഇൻ്റർഷീത്ത് എന്ന് പറഞ്ഞാൽ ലെഡ് ഷീത്ത് തന്നെയാണ്. ഇൻ്റർഷീത്ത് 1. അതുപോലെ V2 എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഈ 2 ഇൻ്റർഷീത്തുകൾ, ഇൻ്റർഷീത്ത് 1 ആൻഡ് 2ൻ്റെ ഇടയിലുള്ളതാണ് V2. ദെൻ അടുത്തത് V3 എന്ന് പറയുന്നത് ഇൻ്റർഷീത്ത് 2ൻ്റെതും അതുപോലെ ഔട്ടർ ലെഡ് ഷീത്തിൻ്റെയും വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ എല്ലാത്തിനും ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് അല്ല, ഐ മീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളൊക്കെ എന്താവണം എന്നാണ് പറയുന്നത്? ഒരു നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഷീറ്റ് എങ്ങനത്തെ ആവണം എന്നാണ് പറയുന്നത്? ഒരു ഹോമോജീനിയസ് സിംഗിൾ കോർ കേബിൾ ആവണം. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഷീറ്റും നമ്മളൊരു ഹോമോജീനിയസ് സിംഗിൾ കോർ കേബിളായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെസ് എത്ര വരിക? നമ്മൾ ഓരോന്നിൻ്റെ ഇടയിലും ഉള്ള മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ D/2 log E D1/D. ശരിയല്ലേ? സിമിലർലി G2 ആസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ D1/2 log E D2/D1. G3 max equal to V3 divided by D2/2 log E capital D/D2. ക്ലിയർ? അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാക്സിമം സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്താണ്? ഡയലക്ട്രിക് ആണ്. ഡയലക്ട്രിക് എന്താവണം? ഹോമോജീനിയസ് ആവണം. അപ്പോൾ ഹോമോജീനിയസ് ആവണം എന്നുള്ളതിൻ്റെ അർത്ഥം മീൻസ് homogeneous means maximum stress in each layer is same. ഈ ഓരോ ലെയറിലെയും മാക്സിമം സ്ട്രെസ്സ് എന്താവണം? സെയിം ആവണം. അതായത് യുവർ G1 മാക്സ് ഈക്വൽ ടു G2 മാക്സ് ഈക്വൽ ടു G3 മാക്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് ഈക്വൽ ആക്കാം. ഇത് വിൽ ബി ഈക്വൽ ടു ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള ഇത് കിട്ടുന്നത്? അതായത് നിങ്ങളിങ്ങനെ ഈ കേബിളുകൾ ഇത്തരത്തിൽ ഈക്വൽ ആക്കുന്നു. ഓക്കെ, അതാണ് സ്ട്രെസ്. ഇതിനാണ് നമ്മൾ ഹോമോജീനിയസ് സ്ട്രെസ് ആക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണിത്. ഓക്കെ, അപ്പോൾ ഈ കേബിളുകൾ എല്ലാതും ഈ 3 കേബിളുകൾ എന്താണെന്ന് വെച്ചാൽ 3 കപ്പാസിറ്റർ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടുള്ള പോലെയാണ് ഉണ്ടാവുക. കാരണം എന്താ? നമ്മൾ ഒരു മെറ്റൽ ലിങ്കിൻ്റെ ഒരു മെറ്റലിൻ്റെ അടുത്തൊരു ഇൻ്റർഷീത്തിനെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഒരു കപ്പാസിറ്ററായിട്ട് ബിഹേവ് ചെയ്യും. അടുത്തതിൻ്റെ അപ്പുറത്ത് വേറൊരു ഇതായിട്ട് ബിഹേവ് ചെയ്യും. അപ്പം അടുത്ത ഒരു കപ്പാസിറ്ററായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ എല്ലാ കപ്പാസിറ്ററുകളും സീരീസ് ആയിട്ടുള്ള പോലത്തെ ഒരു ബിഹേവിയറാണ് വരിക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാത്തിൻ്റെയും പൊട്ടൻഷ്യലുകൾ എന്താവും? സെയിം ആവും. ഓൾ പൊട്ടൻഷ്യൽസ് ആർ സെയിം. അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ എഴുതാം? V1 + V2 + V3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ പൊട്ടൻഷ്യലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ആക്കുന്നു. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഷീത്ത് പൊട്ടൻഷ്യൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഷീത്ത് പൊട്ടൻഷ്യലിൽ വെക്കുന്നത് ഒരു റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെയർലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ റെയർലി യൂസ്ഡ് മെത്തേഡാണ് ഈ ഇൻ്റർഷീത്ത് ഗ്രേഡിങ്. കാരണം ഇങ്ങനെ ഈ ഷീറ്റുകളെയൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കലും അതുപോലെ തന്നെ അവിടെ ഈ ഇൻ്റർഷീറ്റുകൾ വെക്കുന്നതുകൊണ്ട് ലോസുകളൊക്കെ ഉണ്ടാവും, ചാർജിങ് കറണ്ട് ലോസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു റെയർലി യൂസ്ഡ് മെത്തേഡാണെന്ന് കൂടി ഓർക്കുക. പക്ഷേ എക്കണോമിക് ആണ്, പക്ഷേ റെയർലി യൂസ്ഡ് ആണ്. ഓക്കെ, ഇതിൽ ചോദ്യം ചോദിക്കാൻ മിക്കവാറും ഈ ഗ്രേഡിങ് എങ്ങനെ നടക്കുന്നു, അതുപോലെ തന്നെ ഹോമോജീനിയസ് ആണോ കോമ്പോസിറ്റ് ആണോ എന്നൊക്കെയാണ്. ഇതൊന്നും ഓർക്കേണ്ടത്. കപ്പാസിറ്റൻസ് ഗ്രേഡിങ് ആണെങ്കിൽ കോമ്പോസിറ്റ് മീഡിയം, ഇൻ്റർഷീത്ത് ആണെങ്കിൽ ഹോമോജീനിയസ്
മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കപ്പാസിറ്റൻസ്. അപ്പോൾ ആ കേബിളിൻ്റെ ആ ഇത് കഴിഞ്ഞു. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് 3 ഫേസ് കേബിൾസ് ആണ്. ഓക്കെ, 3 ഫേസ് കേബിളുകൾ ഉണ്ടാവും. 3 ഫേസ് കേബിളുകളുടെ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കപ്പാസിറ്റൻസ് ഓഫ് 3 കോർ കേബിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളൊരു 3 കോർ കേബിൾ, അപ്പോൾ 3 കോർ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, 3 കോറുണ്ടാവും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അങ്ങനെ 3 കോറുകളാണ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഈ ഇതുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ഈ സർഫസുമായിട്ട് എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാതും. അതുപോലെ ഇതും തമ്മിലും ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാം വരയ്ക്കുന്നില്ല, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ ഇൻ്റർ കണക്റ്റഡ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഈ കണ്ടക്ടറിൻ്റെ പെയറുകളുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ ഈ കണ്ടക്ടറും ഷീത്തിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഈ കേബിളിൽ എന്താണ് സ്ട്രെസ് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാരണം നമ്മളിവിടെ 2 കപ്പാസിറ്റൻസുകളായിട്ട് ഇത് മാറും. ഓക്കെ, ആ 2 കപ്പാസിറ്റൻസുകളാണ് ഓക്കെ. അപ്പോൾ ഇവിടെ കോറുകളുണ്ട്, 1, 2, ഇവിടെ 3. ക്ലിയർ? ഈ കപ്പാസിറ്റൻസുകളാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഓക്കെ, സിമിലർലി ഇത് 1, 2. ഓക്കെ, അപ്പോൾ ഈ 3 കപ്പാസിറ്റൻസുകളെ എങ്ങനെ ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, അല്ലെങ്കിൽ ഈ ഫീൽഡുകൾ കൊണ്ടുണ്ടാകുന്ന ക്ലാസിഫൈ നമ്മൾ 2 കപ്പാസിറ്റൻസുകളാണ് ഇതിൻ്റെ പേര് വിളിക്കുന്നത്. ഒന്ന് കോർ ടു കോർ കപ്പാസിറ്റൻസ്, അത് കോറിന് കോറിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ്. 2 കോറിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസിന് CC എന്നും കോറും എർത്തും തമ്മിലുള്ള കപ്പാസിറ്റൻസ്. ഓക്കെ, കോർ ടു എർത്ത് കപ്പാസിറ്റൻസ് നമ്മൾ CE എന്നും വിളിക്കുന്നു. ഓക്കെ, അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഞാനത് ഇപ്പോൾ ആദ്യം കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ. അതാ കോർ ടു എർത്ത്, കോറിൻ്റെയും കോറിൻ്റെ ഇടയിൽ CC, ഇതാ കോറിൻ്റെയും കോറിൻ്റെ ഇടയിൽ CC, കോറിൻ്റെയും എർത്തിൻ്റെ ഇടയിൽ CE, ഇതാണ് ഞാൻ CE എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ CC എന്ന് പറഞ്ഞാൽ ഈ CCൻ്റെ ഇടയിലുള്ള ഈ സാധനങ്ങളൊക്കെ എന്ത് കണക്ഷനാണ്? ദേ ആർ ഡെൽറ്റ കണക്റ്റഡും. ഈ CE ഒക്കെ എന്ത് കണക്റ്റഡാണ്? CR സ്റ്റാർ കണക്റ്റഡ്. ഓക്കെ, അതിൻ്റെ ഈ സ്റ്റാർ കണക്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷീത്താണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഷീത്തിനെ നമ്മൾ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് എടുക്കും. ഇവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് മാറ്റി വരയ്ക്കാം. ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ഓക്കെ.
ഇത്തരത്തിലുള്ളൊരു ഇതാണ് വരിക. ഇവിടെ നിന്ന് മാറ്റി വരയ്ക്കാറുണ്ട്. വിൽ ഡ്രോ. ഓക്കെ, ഇത് 3 കണക്ഷൻസ്. ക്ലിയർ. ഇതിൻ്റെ ഇടയിലൊരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ടാവും. അവിടത്തേക്ക് ബാക്കിയുള്ള കപ്പാസിറ്റൻസുകളെ നമ്മൾ ഡ്രോ ചെയ്യും. ക്ലിയർ. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഇതിലെ പോയിൻ്റുകളാണ് ഇത് എ, ഇത് ബി, ഇത് സി എന്ന് നോട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഔട്ടർ അല്ലേ, ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്തതാണ് സി സി. കാരണം ഡെൽറ്റ ആണല്ലോ ഇത് മൊത്തം. ഈ നടുവിൽ പോയിൻ്റ് ഇല്ലെങ്കിൽ അത് മൊത്തം ഡെൽറ്റ കണക്ഷൻ പോലെ അല്ലേ. ഇതിൻ്റെ ഷീറ്റിനെ നമ്മൾ മിഡ് പോയിൻ്റ് ആക്കി വരച്ചിരിക്കുന്നതാണ് എർത്ത് കപ്പാസിറ്റൻസ്. അതാണ് സി ഇ. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് സി ഇ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇത് നമ്മൾ ശരിക്കത് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 3 എങ്ങനെയാണുള്ളത്. ഇത് 3 ഇങ്ങനെ ഒരു ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഉണ്ടോ? ഇതാ ഈ സി സി മൊത്തം ഡെൽറ്റ കണക്റ്റഡും അതുപോലെ ഇത് മൊത്തം എന്താണ് ഒരു സ്റ്റാർ കണക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ കണക്റ്റഡിൻ്റെ അതായത് നമുക്കറിയാം 3 ഡെൽറ്റ കപ്പാസിറ്റർ സി സികളും ഉണ്ട്. ആ 3 ഡെൽറ്റ കപ്പാസിറ്റർ സി സികളെ നമുക്കൊരു ഇക്വലൻ്റ് സ്റ്റാർ ആയിട്ട് കണക്കാക്കാം, അല്ലെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കൺവേർഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ സ്റ്റാറിനെ കപ്പാസിറ്റൻസുകൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇക്വലൻസ് എന്താണ് വരിക? ഇക്വലൻ്റ് സ്റ്റാർ. ഇതാണ് നമ്മുടെ ഇക്വലൻ്റ് സ്റ്റാർ. ഇക്വലൻ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇതാ ഓരോ ഇതിനെയും സി ഇക്വലൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഓരോ കപ്പാസിറ്ററുകളെയും സി ഇക്വലൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ സി ഇക്വലൻ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 3 ഡെൽറ്റ കണക്റ്റഡ് ആണ്. അപ്പോൾ സി ഇക്വലൻ്റ് വിൽ ബി 3 ഇൻറ്റു സി സി എന്നാണ് വരിക. ഓക്കെ, 3 ഇൻറ്റു സി സി. സോ ഇറ്റ് വിൽ ബി 3 സി സി. ക്ലിയർ. നമ്മളിതിൻ്റെ അകത്ത് ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റാറിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ നിങ്ങൾക്ക് കിട്ടുന്നത് 3 സി സി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ സി സി അല്ല സി ഇക്വലൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സി ഇക്വലൻ്റ് നമുക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മൾ സി ഇക്വലൻ്റ് നമ്മളെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ഇക്വലൻ്റ് അതായത് നമ്മൾ ഇതിൽ നമ്മൾ 2 കണ്ടക്ടറിലെ സ്റ്റാറും ഡെൽറ്റ കണക്ഷനും ഉണ്ടല്ലോ. ഈ 2 കണ്ടക്ടറിലെ സ്റ്റാറും ഡെൽറ്റ കണക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സെയിം ആയിരിക്കേണ്ട വിധത്തിൽ നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സി സി പ്ലസ് ഇത് 2 സീരീസാണ്. സീരീസ് കപ്പാസിറ്റർ ഹാഫ് സി സി. ഓക്കെ, ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ദിസ് ഷുഡ് ബി ഈക്വൽ ടു നമ്മളിവിടെ ഒരു 3 സ്റ്റാർ കണക്റ്റഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈ സ്റ്റാറിൻ്റെയും ഡെൽറ്റേൻ്റെയും ഈക്വലൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇറ്റ് വിൽ ബി ഹാഫ് സി ഈക്വലൻറ്റ്. അങ്ങനെയാണ് നമുക്ക് സി ഈക്വലൻ്റ് ഈക്വൽ ടു 3 സി സി എന്ന് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ സി ഈക്വലൻ്റ് ഈക്വൽ ടു 3 സി സി എന്ന് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇത് ഇറലവൻ്റ് ആണ് ഞാനിപ്പോൾ പറയുന്നത് നല്ലത്, പക്ഷേ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സി ഈക്വലൻ്റ് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? പുതിയൊരു ഇക്വലൻ്റ് സർക്യൂട്ടായിട്ട് ഇത് മാറും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു സി ഈക്വലൻ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു സി ഇ ഉണ്ട്. ഓക്കെ, എർത്ത് കപ്പാസിറ്റൻസ് മാറുന്നില്ല, അത് പാരലലി തന്നെയാണുള്ളത്. ഓക്കെ, അത് മാറുന്നില്ല. അതെല്ലാം കൂടി ഒരു ജോയിൻറ്റ് പോർഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് സി ഈക്വലൻ്റ്, ഇത് സി ഇ, ഇത് സി ഈക്വലൻ്റ്, ഇത് സി ഇ. അപ്പം നിങ്ങൾ ഇതിനെ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്ത് 2 പാരലൽ ഉള്ളത്. അപ്പോൾ പാരലുള്ള സാധനത്തിനെ നമ്മൾ മാറ്റി ഒറ്റ കപ്പാസിറ്റൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ഇതിന് നമ്മൾ 3 പോയിൻറ്റുകൾ എ ബി സി എന്നായിരുന്നു.
then neutral point n. അപ്പോൾ capacitance neutral will be CE plus 3cc. Cn equal to CE plus 3cc, Cn equal to CE plus 3cc. ഈ പോയിന്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. സോ capacitance to neutral will be equal to CE plus C equivalent. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിനി ഇത് നോക്കണമെന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് അനലൈസ് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണ്. യുവർ Cn will be equal to CE plus C equivalent, that is CE plus 3cc. ഇത് ചോദിക്കാറുണ്ട്, ഈ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചാർജിങ് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം I equal to V phase divided by XC, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പെർ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് XC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/ωc ആണ്. അപ്പോൾ ഒമേഗ മുകളിലേക്ക് പോകുമ്പോൾ 2πf ആവും. അപ്പോൾ 2πf V phase ഇൻറ്റു C. ഈ C എന്ന് പറഞ്ഞാൽ Cn ആയിരിക്കും. ക്ലിയർ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2πf ഇൻറ്റു Vp ഇൻറ്റു Cn എന്ന് പറഞ്ഞാൽ എന്താണ്? CE പ്ലസ് 3cc. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇത് ചോദിക്കാറുണ്ട്. IC ചാർജിങ് കറണ്ട് ഈക്വൽ ടു 2πf ഇൻറ്റു C എന്ന് പറയുന്നത് Cn ആണെന്ന് ഓർക്കുക. ഓക്കെ, ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഇത് വേറെ അതിൽ തിരിക്കാനും മറിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് CC എന്താണെന്ന് അറിയണം. കോർ ടു കോർ കപ്പാസിറ്റൻസും C എന്ന് പറഞ്ഞാൽ കോർ ടു എർത്ത് കപ്പാസിറ്റൻസും ആണെന്ന് അറിയണം. ഇനി ഈ CEയും CCയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ CEയും CCയും നമുക്കതിൽ എങ്ങനെയാണ് അത് ഒബ്റ്റെയിൻ ചെയ്തതെന്ന് അറിയണം. ഓക്കെ, അപ്പം ഈ CEയും CCയും എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെയുള്ള എല്ലാ കപ്പാസിറ്റൻസ് CC ഉണ്ടല്ലോ, ആ CCയെ ഒക്കെ നമ്മൾ എല്ലാം പാരലാക്കുക. ഓക്കെ, ആ CE ഒക്കെ പാരലാക്കിയിട്ട് നമ്മുടെ CE ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പാരലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു കപ്പാസിറ്റൻസ് കിട്ടും. അതാണ് C1. ഓക്കെ, അപ്പോൾ 2 മെഷർമെൻ്റ് ഉണ്ടാവും. 3 മെഷർമെൻറ്റ്സ് നമ്മൾ ടോട്ടൽ ചെയ്യാറുണ്ട്. C1, C2, C3. അപ്പം ആദ്യത്തെ മെഷർമെൻറ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 3 കോറും നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. 3 കോറും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ബിറ്റ്വീൻ നമ്മുടെ ഈ കോറും ഷീറ്റും നമ്മളത് മെഷർ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ 3 CE പാരലൽ ഉള്ളതുപോലത്തെ ഒരു ഫീലാണ് വരിക. ഓക്കെ, അപ്പോൾ 3 CE പാരലൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ്. ഇപ്പോൾ ഫസ്റ്റ് മെഷർമെൻറ്റിൻ്റെ സാധനം C1 എന്ന് എടുക്കുകയാണ്. അപ്പോൾ C1 വിൽ ബി 3CE എന്നുള്ള ലെവലിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് CE വിൽ ബി C1/3. ഓക്കെ, കപ്പാസിറ്റൻസ് ചേർത്ത് കപ്പാസിറ്റൻസ് വിൽ ബി C1/3. C1 ഒക്കെ തരും. ഓക്കെ, അപ്പം C1 ഒക്കെ തരും. C1 എന്ന് പറയുന്ന സാധനമാണ് മെഷേർഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, മെഷേർഡ് കപ്പാസിറ്റൻസ്. അടുത്തപോലെ തന്നെ അടുത്തൊരു കാര്യത്തിൽ തന്നെ ഇതുപോലെ തന്നെ സെക്കൻഡ് മെഷർമെൻറ്റ് നടത്തും. അപ്പോൾ നേരത്തെ 3 കോറും ഒരുമിച്ച് ബഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ 2 കോറ് മാത്രമേ ബഞ്ച് ചെയ്ത് വെക്കുകയുള്ളൂ. 3ാമത്തെ കോറിലാണ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു കപ്പാസിറ്റൻസ് C2 മെഷർമെൻറ്റ് കിട്ടും. ഇറ്റ് വിൽ ബി 2cc പ്ലസ് CE. ഓക്കെ, 2cc പ്ലസ് CE. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് CC കിട്ടും. എത്രയാണ് കിട്ടുന്നത്? C2 മൈനസ് CE/2. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഈ CEൻ്റെയും CCയുടെയും വാല്യൂസാണ് അറിയേണ്ടത്. ഇത് ഇത്തരത്തിൽ തന്നെയാണ് തരിക. ഓക്കെ, C2 എന്ന് പറയുന്നതും എന്താണ്? മെഷേർഡ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, മെഷേർഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ കണ്ടീഷൻ ഓർക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 കോർസ് ബഞ്ച്ഡ് ടുഗദർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 3 കോർസ് ബഞ്ച്ഡ് ടുഗദർ ആൻഡ് കപ്പാസിറ്റൻസ് 3 cores bunched together and capacitance is measured between the bunched core and lead sheath. ഓക്കെ, പുതിയ കപ്പാസിറ്റൻസുകൾ മെഷർ ചെയ്യുന്ന ഈ ബഞ്ച്ഡ് കോറിൻ്റെയും ലെഡ് ഷീത്തിൻ്റെയും ബിറ്റ്വീനുള്ള കപ്പാസിറ്റൻസാണ് മെഷർ ചെയ്യുന്നത്. അതിനാണ് C1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന C1 ആണിത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 കോർസ് ബഞ്ച്ഡ് ടുഗദർ ആയിക്കഴിഞ്ഞാൽ
മെഷർ ചെയ്യുന്ന കപ്പാസിറ്റൻസ് C1 ആയിരിക്കും. ചിലപ്പോൾ C1 തരാം, അല്ല CE തരാം, എന്ത് വേണമെങ്കിൽ തരാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക CE = C1/3. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. 3 കോർസ് ബഞ്ച് ടുഗദർ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ഇനി നിങ്ങളോട് പറയുകയാണ് 2 കോർസ് ആർ ബഞ്ച്ഡ് ടുഗദർ. 2 കോർസ് ആർ ബഞ്ച്ഡ് ടുഗദർ വിത്ത് ഷീത്ത് കൊണ്ട് ബഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ദ കപ്പാസിറ്റൻസ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ ദം. അതിൻ്റെ ഇടയിൽ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദം ആൻഡ് ദ തേർഡ് കോർ. മൂന്നാമത്തെ കോർ എടുത്ത് മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 3 കോർസ് പഞ്ചർ ചെയ്തു. ഉത്തരം 2 കോർസ് പഞ്ച് ചെയ്തു. എന്നിട്ട് കപ്പാസിറ്റൻസ് അതിൻ്റെ ഇടയിലും തേർഡ് കോറിൻ്റെ ഇടയിലും കണ്ടുപിടിച്ചു. അങ്ങനെ മെഷർ ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണ് എന്ത്? C2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് C2 = 2cc + CE. അതിൻ്റെ അകത്ത് CC കണ്ടുപിടിക്കുക. അപ്പോൾ CC കാണാനുള്ള ഫോർമുലയാണത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്, CN എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഡിസൈർഡ് വാല്യൂ. ഓക്കെ, ഈ ഡിസൈർഡ് വാല്യൂ കണ്ടുപിടിക്കാൻ, CN ആണ് നമ്മുടെ ഡിസൈർഡ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെയും മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെത്തേഡിൽ എന്താ വെച്ചാൽ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ 2 കോർസ് ഈസ് മെഷേർഡ്. 2 കോറിലെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും വിത്ത് ദ തേർഡ് കോർ ഫ്രീ. തേർഡ് കോറിനെ ഫ്രീ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഷീത്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക, ഓർ കണക്റ്റഡ് വിത്ത് ഷീത്ത്. ഓക്കെ, ഒന്നെങ്കിൽ 2 കോറിലുള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുക, എന്നിട്ട് മൂന്നാമത്തെ കോർ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഷീത്തുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു കപ്പാസിറ്റൻസ് കിട്ടും. അതിന് നമ്മൾ C3 എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ C3 will be equal to CC plus CC/2 plus CE/2. That will be equal to half CE plus 3cc. CE plus half CC എന്ന് പറഞ്ഞാൽ half C into N. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആ C3 എന്ന് പറഞ്ഞാൽ half CN ആണ്. വേർ CN is equal to CE plus C equivalent. ഓക്കെ, അപ്പോൾ നമുക്ക് CN കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, CN അല്ല C3 കണ്ടുപിടിക്കാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. 3 എന്തെങ്കിലും ഇത് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തേൻ്റെ 3 കോറും പഞ്ച് ചെയ്ത് വയ്ക്കുന്ന കണക്ഷൻ ചോദിച്ചാൽ CE = C1/3. അതിൽ നമുക്ക് C1 ആണ് കാണേണ്ട കപ്പാസിറ്റൻസ്. CE തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അടുത്ത രണ്ടാമത്തെ 2 പഞ്ച് ചെയ്തു. മൂന്നാമത്തെ നമ്മുടെ പഞ്ച് ചെയ്തതും നമ്മുടെ തേർഡ് കോറായിട്ട് കണക്ട് ചെയ്തതിന് നിങ്ങൾക്ക് സെക്കൻഡ് മറ്റ് മെഷർ ചെയ്യുന്ന കപ്പാസിറ്റൻസ് കിട്ടും. അതാണ് C2. അത് C2 നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി കേട്ടോ, ഇത് പഠിച്ച് വെച്ചാലും മതി, എന്നിട്ട് ഇതിലേക്ക് കണ്ടാലും മതി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഇവിടെ ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് C2 എന്ന് ഇക്വേഷൻ ഓർക്കും. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർക്കുക C1 ആണ്. ഓക്കെ, ഇനി തേർഡ് കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് വാല്യൂ CN ആക്കി മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ CN ആക്കി മെഷർ ചെയ്യുമ്പോൾ ഓർക്കുക, കപ്പാസിറ്റൻസ് 2 കോറിൻ്റെ ഇടയിൽ മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്യുന്ന വിത്ത് തേർഡ് കോർ കണക്റ്റഡ് വിത്ത് ഷീത്ത്. ഓക്കെ, തേർഡ് കോർ കണക്ട് ചെയ്ത് വിത്ത് ഷീത്ത് ആണെങ്കിൽ 2 കോറിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് വിത്ത് തേർഡ് കോർ. ആ തേർഡ് കോർ ഫ്രീ ആവാം, അല്ലെങ്കിൽ ഷീത്തുമായിട്ട് കണക്റ്റഡ് ആവും. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? C3. ഓക്കെ, അപ്പോൾ ആ C3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് half CN. ഇത് ചോദിച്ച ചോദ്യമാണ്, ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ CNൻ്റെ ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഇങ്ങനെയാണ്. അതായത് ഒരു 3 belted കൺസിഡറിങ് എ 3-phase belted കേബിൾ. ഓക്കെ, ഒരു 3-phase belted കേബിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.3 microfarad ആണ്. ദിസ് കപ്പാസിറ്റൻസ് ഈസ് ബിറ്റ്വീൻ 2 cores with the third core connected to the lead sheath.
തേർഡ് കോർ കണക്ട്, 2 കോറുണ്ട്, മൂന്നാമത്തെ ലെഡ് ഷീറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മളോട് കാണാൻ പറയുന്നത് IC ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഓക്കെ, IC കാണണം. യു ആർ ഹാവിങ് എ 50 ഹെഡ്സ് 11 kV സപ്ലൈ. ഓക്കെ, 50 ഹെഡ്സ് 11 kV സപ്ലൈയിൽ IC ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ട്. ആ കപ്പാസിറ്റൻസ് എങ്ങനെയാണ്? 2 കോർസ് വിത്ത് തേർഡ് കോർ കണക്റ്റഡ് ടു ലെഡ് ഷീറ്റ്. അങ്ങനെ ആകുമ്പോൾ ഉടനടി മനസ്സിലാക്കുക അത് എന്താണ്. അതാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി. 2 കോർസ് വിത്ത് തേർഡ് കോർ കണക്റ്റഡ് ടു ലെഡ് ഷീറ്റ്. ഇതാ നോക്കൂ, 2 കോർസ് വിത്ത് തേർഡ് കോർ കണക്റ്റഡ് ടു ലെഡ് ഷീറ്റ്. ഏതാ കാണാൻ പറഞ്ഞത്? C3 ആണ് കാണാൻ പറഞ്ഞല്ല, C3 ആണ് അവിടെ തന്നത്. ശരിയല്ലേ? അപ്പം ഈ തന്നിരിക്കുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? C3 ആണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞു. ഇത് കിട്ടിയാൽ പിന്നെ പ്രോബ്ലം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അത് ഐഡൻറ്റിഫൈ ചെയ്യലേ ഉള്ളൂ. ചാർജിങ് കറണ്ട് ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ചാർജിങ് കറണ്ട് ഫോമിൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? 2πf × V phase × Cn. ക്ലിയർ അല്ലേ? C3 ഈക്വൽ ടു എന്താണ്? ഇതാ ഹാഫ് Cn ഈക്വൽ ടു ഹാഫ് Cn. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് Cn നിങ്ങൾക്ക് കിട്ടും എന്താണ്? 2C3. സോ ഉത്തരം വിൽ ബി 2 × എന്താണ്? 2 × 0.5 സോറി 0.3 അല്ല, അപ്പോൾ എത്രയാണ്? 0.6 മൈക്രോ ഫാരഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് പെർ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും, ഇത് പെർ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് ചാർജിങ് കറണ്ട് കാണാൻ പറയുന്നത് 5 കിലോമീറ്ററിലെ ചാർജിങ് കറണ്ടാണ് കാണാൻ പറയുന്നത്. എത്ര കിലോമീറ്ററിലെ? 5 കിലോമീറ്ററിലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചാർജിങ് കറണ്ട് കാണുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ചാർജിങ് കറണ്ട് കാണുന്നത് എത്രയാണ്? 5 കിലോമീറ്ററിലാണ് കാണേണ്ടത്. അപ്പോൾ 5 കിലോമീറ്ററിൽ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന പെർ കിലോമീറ്ററിലാണ്, കാണേണ്ടത് 5 കിലോമീറ്ററിലാണ്. അപ്പോൾ ഉടനടി ഈ C3യെ 5 കിലോമീറ്ററിലേക്ക് എത്തിക്കണം. അപ്പം C3 × 5 ആണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് 0.3 × 5 1.5 മൈക്രോ ഫാരഡാണ് വരിക. ഓക്കെ, പെർ കിലോമീറ്റർ തന്നുകൊണ്ടാണ് ഇവിടെ ചാർജിങ് കറണ്ട് പെർ കിലോമീറ്ററാണ് നിങ്ങൾ ഈ ചെയ്ത മെത്തേഡ് തന്നെ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 5 കിലോമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ C3 എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 2 × 1.5 യു വിൽ ബി ഗെറ്റിംഗ് 3 മൈക്രോ ഫാരഡ്. അപ്പോൾ Cn 3 മൈക്രോ ഫാരഡ് കിട്ടി. ഇനി പ്രശ്നമില്ല. 2 × π × F50 V phase. ഇവിടെ ലൈനാണ് നമ്മുടെ ലൈൻ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? 11 kV ഞാൻ പറഞ്ഞു. അപ്പോൾ ഫേസ് വോൾട്ടേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 11 kV /√3 മാറ്റണം. അതെന്ത് ചെയ്യുക? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Cn ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ക്ലിയർ? അപ്പോൾ അതാണ് വ്യത്യാസം. ആ കിലോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ മതി. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ അല്ലേ? സോ ദാറ്റ് വിൽ ബി യുവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സിമിലർലി ഞാൻ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ദ സെയിം ഇത് തന്നെ. ദ കപ്പാസിറ്റൻസ് of a 3-phase belted core cable are 12.6 microfarad between 3 cores bunched together. 3 cores bunched together and the lead sheath, and 7.4 microfarad between one core and the other two connected to sheath. Find the charging current when connected to 66 kV 50 Hz സപ്ലൈ. ഇതിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ചാർജിങ് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യം. അപ്പം ഇങ്ങനെ ഒരു സാധനം തന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇതിനെ മാറ്റി എഴുതാം. എന്ത് മാറ്റി എഴുതാം? ദിസ് ഈസ് വി ഫേസ് നമുക്ക് കാണണം. എത്ര? 66 kV /√3. അതാണ് നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുക.
ചാർജിങ് കറണ്ടിൻ്റെ ഫോർമുലയും നമുക്കറിയാം എന്താണ്, IC = 2πf × V ഫേസ് ഇതിൻ്റെ അകത്ത് കിട്ടും CN. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, CNനെ കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? CNനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താണ്, CC + 3CE എന്നുള്ളത് അറിയാം. സോറി, നേരെ തിരിച്ചല്ലേ, മാറിപ്പോകുന്നുണ്ട് ഗൈസ്, ശ്രദ്ധിക്കുക. CE + 3CC. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ആരെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും, CEനെയും കണ്ടുപിടിക്കണം, CCനെയും കണ്ടുപിടിക്കണം. അതൊന്നും തന്നിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നതെന്ന് നോക്കാം. 12.6 മൈക്രോ ഫാരഡ് വിത്ത് 3 കോർസ് ബഞ്ചഡ് ടുഗദർ. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. 3 കോർസ് ബഞ്ചഡ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താണ്, അത് C1 ആണ്. ശരിയല്ലേ? അപ്പം അത് ക്ലിയറായി. അപ്പോൾ ഈ 12.6 എന്താണ്, C1 ആണെന്ന് മനസ്സിലാക്കി. അവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ പുതിയൊരു കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ട്. എത്രയാണ്, 7.4 മൈക്രോ ഫാരഡ് ബിറ്റ്വീൻ 1 കോർ ആൻഡ് ദ അതർ 2 കണക്റ്റഡ് ടു ലെഡ് ഷീത്ത്. 1 കോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി രണ്ടും എന്താണ്, ഷീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി രണ്ടും എങ്ങോട്ട് കണക്ട് ചെയ്ത്, ഷീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം, എത്ര എണ്ണമാണ് ഷീത്തുമായി കണക്ട് ചെയ്തത് ഗൈസ്, 2 ആർ കണക്റ്റഡ് ടു ഷീത്ത്. ഉടനടി ഇവിടെ നോക്കല്ല, നിങ്ങൾക്ക് പഠിക്കണം. 2 ആർ ബഞ്ച്ഡ് ടുഗദർ വിത്ത് ഷീത്ത്. രണ്ടെണ്ണം ഷീത്തുമായിട്ട് കണക്ട് ചെയ്തു. മറ്റേത് എന്ത് ചെയ്തു, തേർഡ് കോറുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്ററാണ് ഒന്ന് 1 കോറുമായിട്ട് കണക്ട് ചെയ്തു, രണ്ടെണ്ണം ഷീത്തുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, ഇതാരാണ്, ദിസ് ഈസ് നത്തിങ് ബട്ട് യുവർ C2. ഇതാണ് നിങ്ങളുടെ C2. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് രണ്ടും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാം. എങ്ങനെയൊക്കെ കാണാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് ഈ Cൻ്റെ CCയുടെ ഫോർമുല അല്ല അറിയേണ്ടത്. CE എന്ന് പറഞ്ഞാൽ എന്താണ്, C1/3 അതുപോലെ CC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി. CC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് C2 - CE/2. C2 - CE/2. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം, C1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, /3 നിങ്ങൾക്ക് CE കിട്ടും. C2ന് പകരം ഇത് 7.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കിട്ടുന്ന CE എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കിട്ടി, CCയെ കിട്ടി. ഈ CEയും CCയും കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ആരെ കിട്ടും, CNN കിട്ടും. ആ CNN എടുത്തിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചാർജിങ് കറണ്ടും കിട്ടും. ക്ലിയർ അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം. ഇതാണ് ഒരു കംപ്ലീറ്റ് പ്രോബ്ലം. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി, അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പം ഇത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് തരാം. നിങ്ങൾക്കിവിടെ CE കിട്ടുന്നത്, C1 എന്ന് പറഞ്ഞാൽ 12.6/3 അല്ലേ, ഓൾമോസ്റ്റ് 4.2 മൈക്രോ ഫാരഡ് ആണ്. CC എന്ന് പറയുന്നത് 7.4 - 4.2, ഇത് കിട്ടിയത് /2 ആണ്. സോ ഉത്തരം വിൽ ബി 1.6 മൈക്രോ ഫാരഡ്. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ CE എത്രയാണ്, 4.2 + 3 × 1.6, നിങ്ങൾക്ക് ഉത്തരം 9 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, ഇനി ആവശ്യമില്ലല്ലോ. ഇനി ആ CN എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V ഫേസിന് ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Fന് 50 കൊടുക്കുക, ചാർജിങ് കറണ്ട് കാണും. ചാർജിങ് കറണ്ട് അറൗണ്ട് ഒരു 110 ആംപിയറിൻ്റെ അടുത്താകാനാണ് വരുന്നത്. ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്. അപ്പം ഓർത്ത് വയ്ക്കുക, ഈ 3 കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 കോറും പഞ്ച് ചെയ്തെടുക്കുമ്പോൾ C1 ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 കോറ് അതുപോലെ തന്നെ ബാക്കി 2 എണ്ണം, 1 കോറുമായിട്ടും ബാക്കി 2 എണ്ണം ഷീത്തുമായിട്ടാണെങ്കിൽ C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 എണ്ണം കോറും മൂന്നാമത്തെ ഷീത്തും ആണെങ്കിൽ C3. ആണെങ്കിൽ ഇവിടെ എഴുതി തരാം. 3 കോർസ് ആയിട്ടാണുള്ളതെങ്കിൽ C1, സെക്കൻഡ് C2 അല്ലേ, 1 കോറും 2 ഷീത്തുമായിട്ട് ബഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കോർ + 2 ഷീത്ത് എന്ന് പഠിച്ചോ. 1 കോറും 2 ഷീത്തുമായിട്ട് ബഞ്ച് ചെയ്ത C2
മൂന്നാമത്തത് 2 കോറും ഒരു ഷീത്തും. ബഞ്ചർ വിത്ത് 2 കോർ ആൻഡ് 1 ഷീത്ത്. ദിസ് ഈസ് C3. ക്ലീൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ 3 കണ്ടീഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഒപ്പം ആ ഇക്വേഷൻസും കയ്യിലുണ്ടാവണം. ഏതൊക്കെ ഇക്വേഷൻസ്? ഈ C1 കാണാനുള്ള ഇക്വേഷനാണെന്ത്? 3CE. അതുപോലെ C2 കാണാനുള്ള ഇക്വേഷനാണെന്ത്? 2CC പ്ലസ് CE. അതുപോലെ C3 കാണാനുള്ള ഇക്വേഷനാണെന്ത്? C3 കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് C ഇൻറ്റു N അല്ലേ? C3 എന്ന് പറഞ്ഞാൽ ഹാഫ് CN അല്ലേ? അതിൽ വേർ CN ഈക്വൽ ടു CE പ്ലസ് 3CC. ഇത്രയും സാധനങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഫേസ് കോർ കേബിളിൽ വരുന്ന ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യാം. ഒരു സംശയവും വേണ്ട അതിൽ. ഇത്രയും കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ കുറഞ്ഞു വരുന്ന ലെവലിൽ നിങ്ങൾ ഓർത്താലും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നാം. ഓക്കെ, സോ അതാണ് അതിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പക്കയല്ലേ അത്? ഇപ്പോൾ 2 ഷീറ്റ് C2, 2 ഷീറ്റ് C2 എന്ന് ഓർത്താലും മതി. 2 ഷീറ്റ് C2. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇതാണ് നിങ്ങളുടെ കപ്പാസിറ്റൻസ് ഓഫ് എ 3 കോർ കേബിൾ. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ 3 ഫേസ് കോർ കേബിൾ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ നമ്മളിവിടെ വരുന്നത് തന്നെയാണ്. നമ്മൾ ഓവർഹെഡ് ലൈനിൽ പറയേണ്ടതായിരുന്നു, പിന്നെ അവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇതിൽ വരുന്നൊരു സാധനമാണ് ഡൈഇലക്ട്രിക് ലോസ്. ഓക്കെ, ഡൈഇലക്ട്രിക് ലോസ് ഈ കപ്പാസിറ്ററിൻ്റെ ഫിനോമിനനാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈഇലക്ട്രിക് ലോസിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ഡൈഇലക്ട്രിക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾസിന് സഡൻ റിവേഴ്സൽ സംഭവിക്കും. ഓക്കെ, ഡൈഇലക്ട്രിക്കിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഡൈപോളുകളുടെ ഇടയിൽ സഡൻ റിവേഴ്സൽ സംഭവിക്കും. ആ റിവേഴ്സൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഒരു റിവേഴ്സലാണ്. അപ്പോൾ അങ്ങനെ റിവേഴ്സൽ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പവർ ലോസ് ഉണ്ടാവും. ആ പവർ ലോസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡൈഇലക്ട്രിക് ലോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡൈഇലക്ട്രിക് ലോസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൈഇലക്ട്രിക് ലോസ് വേണമെങ്കിൽ എഴുതി വെച്ചോ. ദ ഹീറ്റ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് due to the sudden reversal of electric dipoles. ഏതിൻ്റെ റിവേഴ്സാണ്? ഇലക്ട്രിക് ഡൈപോൾസിൻ്റെ റിവേഴ്സലാണ്. ഓക്കെ, ഇറ്റ് is sudden reversal of electric dipoles within the electric field. Due to the presence of ഏതിൻ്റെ പ്രസൻസ്? the presence of alternating electric field. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ പറഞ്ഞ ഡൈപോൾസിന് റിവേഴ്സൽ ഉണ്ടാവും. അപ്പോൾ ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് ലോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പവർ ലോസ് ആക്ച്വലി ഇത് ഏതിൻ്റെ അക്രോസാണ് വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പാരാമീറ്റർ ഞാൻ എടുക്കും, ക്ലിയർ ആവും. ഇവിടെ ഒരു G ഉണ്ടാവുക. G എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1/R ആണ്. അപ്പോൾ G C എന്നുള്ള ലെവലിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ പഠിച്ചു എന്താണ്? ലീക്കേജ് കറണ്ടാണ് അല്ലേ? അപ്പോൾ ഇത് 2 തരത്തിൽ സ്പ്ലിറ്റ് ആവും. IR ആവും, അതുപോലെ ഈ ചാർജിങ് കറണ്ട് IC ആവും. ഓക്കെ, ഇതിനിടയിലുള്ളതാണ് ഈ ഫേസ് വോൾട്ടേജ്. ക്ലിയർ? അപ്പം ഈ ലോസ്, ഇവിടെ ഉണ്ടാകുന്ന ഈ ലോസ് ഈ ആറിൻ്റെ അക്രോസാണ് ഡിസിപ്പേറ്റ് ആവുക. ഓക്കെ, ആറിൻ്റെ അക്രോസാണ് ഡിസിപ്പേറ്റ് ആവുക. അതിനാണ് നമ്മൾ ഈ പവർ ലോസ് എന്ന്, ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പവർ വിച്ച് ഈസ്
lost across this R is called, the power which is lost across this R is called our dielectric loss. Okay, is called the dielectric loss. ഇതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓക്കെ, ഇനി ഡയലക്ട്രിക് ലോസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അനാലിസിസ് നടത്താൻ വേണ്ടി പോകുന്നത്. ഡയലക്ട്രിക് ലോസ് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ചോദ്യമായിട്ട് വരാറുണ്ട് സാധാരണ ഡയലക്ട്രിക് ലോസിൻ്റെ ഫിനോമിനലുകളിൽ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി വി ആർ ഡ്രോയിങ് എ ലൈൻ. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാം. ഇത് നിങ്ങളുടെ വി ഫേസ്, ഇത് ഏതിന് ഇൻ ഫേസ് ആണ്? ആറിന് ഇൻ ഫേസ് ആണ്. ദെൻ ഇവിടെ നമ്മുടെ ചാർജിങ് കറണ്ടാണ്, ഇതാണ് നമ്മുടെ കറണ്ട്. ഓക്കെ, ഗ്രാഫ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഗ്രാഫ്. നിങ്ങളുടെ കപ്പാസിറ്റർ എന്താണ്? ഒരു ആംഗിളിലാണ് ഡിലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും സമ്മ് അല്ല, IRൻ്റെയും ICൻ്റെയും സമ്മിനാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ഇത് വിത്തിന് ആംഗിൾ 5 ആണ്. ഇവിടെ പുതിയൊരു ആംഗിൾ വരുന്നുണ്ട്. ഇത് ദിസ് ഡോ ഈസ് കോൾഡ് ആസ് യുവർ ലോസ് ആംഗിൾ. ഓക്കെ, പുതിയ പുതിയ ടേമുകളാണ്, ഓർത്ത് വയ്ക്കുക. ഡോ എന്ന് പറയുന്ന ലോസ് ആംഗിളും ഇവിടെ ടാൻ ഡോ എന്ന് പറയും. ഓക്കെ, ഈ ടാൻ ഡോനെയാണ് നമ്മൾ ലോസ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലോസ് ടാൻജൻറ്റ്? ഓക്കെ, ഈ ടാൻ ഡോ നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് എടുത്ത് തന്നെ നമുക്ക് മനസ്സിലാവും IR/IC ആയിരിക്കും. ശരിയാണല്ലോ, IR/IC. ഓക്കെ, അപ്പോൾ ആക്ച്വലി IC എന്ന് പറയുന്നത് എന്താണ്? ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് V ഫേസ് ബൈ XC അല്ലേ, വേറെ XC = 1/ωc. കറക്റ്റ്. നമ്മൾ ഇവിടെ പവർ ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഡയലക്ട്രിക് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ലോസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പവർ ലോസ് എന്ന് പറഞ്ഞാൽ ഈ ആറിൻ്റെ അക്രോസുള്ള ലോസാണെന്ന് പറഞ്ഞു, അതായത് ഈ V × I. ശരിയല്ലേ? അപ്പോൾ V ഫേസ് × IR. ഓക്കെ, അപ്പോൾ V ഫേസ് × IR എന്ന് പറഞ്ഞാൽ V ഫേസ് × IR. IR നമുക്കിങ്ങനെ എഴുതാം, IR = IC tan ഡോ എന്ന് എഴുതാമല്ലോ. സോ IC × tan ഡോ. ഓക്കെ, അപ്പം ഇവിടെ V ഫേസ് × ICക്ക് പകരം ഈ V ഫേസ് ബൈ XC കൊടുക്കുക ഇൻറ്റു tan ഡോ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് V ഫേസ് സ്ക്വയർ ബൈ XC tan ഡോ എന്ന് കിട്ടും. ശരിയാണല്ലോ, V ഫേസ് സ്ക്വയർ ബൈ XC tan ഡോ എന്ന് കിട്ടുമല്ലോ. അപ്പം ഇതാണ് നിങ്ങളുടെ പവർ ലോസ്. ഈ പവർ ലോസിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് ലോസ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഡൈഇലക്ട്രിക് ലോസ്. അപ്പോൾ ഡൈഇലക്ട്രിക് ലോസ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? പിന്നെ ഈ XCക്ക് പകരം ഈ 1/ωc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ωc മുകളിലേക്ക് പോവും. അപ്പോൾ ωc V ഫേസ് സ്ക്വയർ ഇൻറ്റു tan ഡോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ കോർ കേബിൾ ആണെങ്കിലാണ്, ഇനി ഇതൊരു 3 കോർ കേബിൾ ആണെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം, ഇവിടെ 3ωc എന്ന് വരും. ഓക്കെ, അവിടെ ഒരു 3യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 3 കോർ കേബിൾ കിട്ടും. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡയലക്ട്രിക് ലോസിൻ്റെ ഫോർമുലകൾ ഓർത്ത് വയ്ക്കുക. ωc
വി ഫേസ് സ്ക്വയർ ഇൻറ്റു ടാൻ ഡോ, അതുപോലെ തന്നെ 3 ഒമേഗ സി വി ഫേസ് സ്ക്വയർ ഇൻറ്റു ടാൻ ഡോ ആണ് നിങ്ങളുടെ 3 കോർ കേബിൾ ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഡയലക്ട്രിക് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ പ്രപ്പോർഷണാലിറ്റി ഒക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. കാരണം ഡയലക്ട്രിക് ലോസ് ഈസ് പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ എന്നുള്ള ടേം അല്ലെങ്കിൽ ഇത് എപ്പോഴും കാണാറുണ്ട്. ആ വി തന്നെ ഓർത്ത് വയ്ക്കുക, അത് വി ഫേസ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. വി പല സ്ഥലത്ത് വരുന്നതുകൊണ്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് വി ഫേസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയലക്ട്രിക് ലോസ് പോലെ തന്നെ ഇപ്പോൾ ഡയലക്ട്രിക് ലോസ് ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് ഫോർമുല നോട്ട് ചെയ്യുക, അത് ചോദിക്കാറുണ്ട് എന്നുള്ളത് ആണ് അത് നമ്മളത് നോക്കേണ്ട കാര്യമുള്ളത്. ഓക്കെ, ഈ ഡയലക്ട്രിക് പോലെ തന്നെ വരുന്ന നമ്മുടെ ഈ കേബിൾസിൽ വരുന്ന ലോസാണ് ഷീത്ത് ലോസ്. ഓക്കെ, നമ്മുടെ ഷീത്തിൽ ലോസുകളുണ്ടാവും. ഓക്കെ, ഈ ഷീത്ത് ലോസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോറിൽ കണ്ടക്ടർ അല്ലെങ്കിൽ കോറിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. കോറിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം നമുക്കറിയാം 4.44 F5 ആണല്ലോ ഫ്ലക്സ് ഉള്ള കാരണം ഇ എം എഫ് പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ഈ ഇ എം എഫ് ഷീത്തിൽ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഷീത്ത്. ഷീത്തിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ഈ ഷീത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കോറിൽ എന്താണ് സംഭവിക്കുന്നത്, മെറ്റാലിക് ഷീത്താണ്. ഓക്കെ, മെറ്റാലിക് ഷീത്താണ്. അപ്പോൾ മെറ്റാലിക് ഷീത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഈ മെറ്റാലിക് ഷീത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എഡ്ഡി കറൻസിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, എഡ്ഡി കറൻസിൻ്റെ ഫ്ലോ ഉണ്ടാവും. മെറ്റാലിക് ഷീത്ത് ആയതുകൊണ്ടാണ് എഡ്ഡി കറൻസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അങ്ങനെ എഡ്ഡി കറൻസ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഷീത്ത് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷീത്ത് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 3 കോർ കേബിളിൽ അറിയാം നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ്, മൊത്തം ഫ്ലക്സുകൾ ഇപ്പം 3 ഫേസുള്ള മൊത്തം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷീത്ത് ലോസ് എന്താണ്, 0 ആയിരിക്കും ഒരു 3 കോർ കേബിളിൽ. പക്ഷെ ഒരു സിംഗിൾ കോർ കേബിളിൽ ഫ്ലക്സ് 0 അല്ല. അതുകൊണ്ട് തന്നെ ഷീത്ത് ലോസും 0 അല്ല, ഷീത്ത് ലോസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അപ്പം ഇവിടെ ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ കറണ്ടിന് പ്രപ്പോർഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ എഡി കറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, 3 കോർ കേബിൾ ചോദിക്കാൻ വേണമെങ്കിൽ 3 കോർ കേബിളിൽ എന്ത് ലോസ് ഇല്ല, ഷീത്ത് ലോസ് ഇല്ല. പക്ഷേ സിംഗിൾ കോർ കേബിളിൽ ഷീത്ത് ലോസ് ഉണ്ട്. അപ്പോൾ ഷീത്ത് ലോസ് ഒക്കേഴ്സ് ഓൺലി ഇൻ സിംഗിൾ കോർ കേബിൾസ്. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ കോർ കേബിളിൽ ഷീത്ത് ലോസ് ഒക്കർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ ഏത് അവോയ്ഡ് ചെയ്യുന്നത്, ആർമറിങ് അവോയ്ഡ് ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ, നമ്മൾ സിംഗിൾ കോർ കേബിളിൽ ആർമറിങ് ഉണ്ടായിരുന്നില്ല, അല്ല, ലെഡ് ഷീത്തും നമ്മുടെ ഇൻസുലേഷനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ, ആർമറിങ് ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഈ മെറ്റാലിക് ഷീത്തും ആർമറിങ് മെറ്റൽ ലിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ കോർക്കുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഷീത്ത് ലോസ് ഇല്ല 3 കോറിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർമറിങ് നമ്മളെവിടെ അവോയ്ഡ് ചെയ്യുന്നത്, സിംഗിൾ കോർ കേബിളിൽ ആർമറിങ് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കൂടെ ഫിനോമിനലുകളുടെ കൂടെ ഇത് നമ്മുടെ കേബിളുകളുടെ ലൈനുകളിൽ കൂടെ പഠിക്കേണ്ടതാണ്. കുറേ ഫിനോമിനലുകൾ ഉണ്ടല്ലോ, പ്രോക്സിമിറ്റി എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്, ഫെറാൻഡ് എഫക്റ്റ്. കൊറോണ നമ്മൾ പഠിച്ചു. പ്രോക്സിമിറ്റി, സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ആ 3 എണ്ണം നമ്മളവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് 3 എണ്ണം, ആ ഫിനോമിനലുകൾ 3 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കേബിൾസിൻ്റെ ഡിസ്കഷൻ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളന്ന് കുറച്ചൊരു പ്രോബ്ലംസ്, ഒരു 4-5 പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ വിട്ടിരുന്നു. ആ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കേബിൾസ് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്തത് കണക്ട് ചെയ്യുന്നത് ഫോൾട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫോൾട്ട് മുതലായി അത് കഴിഞ്ഞ് പ്രൊട്ടക്ഷൻ. ഫോൾട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ, എങ്ങനെ ഫോൾട്ട് ഉണ്ടാവുമെന്ന് പഠിക്കും. അതിന് പ്രൊട്ടക്ഷൻ, അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡിവൈസുകളും കാര്യങ്ങളും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ചെറിയ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അന്ന് നമ്മളത് ലീവ് ചെയ്തിരുന്നു. ആ ലീവ് ചെയ്ത പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫോൾട്ടിലേക്ക് കടക്കാം.
ഓക്കെ ഫോൾട്ട്. ഓക്കെ, ഒരു 4-5 പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആ പ്രോബ്ലം കൂടിയും നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്സ് എക്കണോമിക്സ് അതുപോലെ ഫാക്ടറുകൾ ഈ ഒരു ബേസിക് സെക്ഷനുകൾ നമുക്ക് കംപ്ലീറ്റ് കറക്റ്റ് ആവും. പിന്നെ നമുക്ക് ഫോൾട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? സോ ഫസ്റ്റ് പ്രോബ്ലം ഈസ് മാക്സിമം ഡിമാൻഡ്. ജസ്റ്റ് ഇത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം. അതിൻ്റെ മെത്തഡോളജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. മാക്സിമം ഡിമാൻഡ്, ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, ടോട്ടൽ എനർജി ജനറേറ്റഡ് ഇൻ എ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആവറേജ് ലോഡ് ഇൻ എ ഇയർ ആണ് അല്ലേ. അപ്പോൾ ആവറേജ് ലോഡ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യം ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ശരി, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡാണ്. ഓക്കെ, ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡാണ്. പക്ഷേ ഇവിടെ ആവറേജ് ലോഡ് ഇൻ എ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോഡ് ഫാക്ടർ കാണുമ്പോൾ ഇൻ ഇയർ ആവുമ്പോൾ 8760 കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഇൻറ്റു ആര് വരും? 8760. അപ്പോൾ ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 8760 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഈ ടോട്ടൽ എനർജി ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ, കാരണം ആവറേജ് ലോഡ് നമ്മൾ ഏത് യൂണിറ്റില്ല? കിലോ വാട്ട് അവറിലല്ലേ. അപ്പോൾ എനർജി ജനറേറ്റഡ് ഇൻ ഇയർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ഇൻ ഇയർ, അല്ലെങ്കിൽ ആവറേജ് ലോഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. കിലോ വാട്ട് അവറിലുള്ള ആവറേജ് ലോഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യുക. 100 ഇൻറ്റു 40% 0.4 ഇൻറ്റു 8760. ഓക്കെ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3500 കിലോ വാട്ട് അവർ ആണോ കിട്ടുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. സെക്കൻഡ് പ്രോബ്ലം, ജനറേറ്റിംഗ് സ്റ്റേഷൻ ആസ് എ കണക്റ്റഡ് ലോഡ്. കണക്റ്റഡ് ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഒറ്റ സാധനമേ ഉള്ളൂ കണക്റ്റഡ് ലോഡ്. കണക്റ്റഡ് ലോഡ് നിങ്ങൾക്കറിയാം ഏത് ഫോർമുലയിൽ വരുന്നതാണ്? ഡിമാൻഡ് ഫാക്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഡിമാൻഡ് ഫാക്ടർ ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്റ്റഡ് ലോഡും മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20/43. സോ ആൻസർ വിൽ ബി 0.465. അടുത്ത ഇവിടെ യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം തന്നിട്ടുണ്ട്. യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം. അപ്പോൾ യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫാക്ടർ നമുക്ക് കിട്ടി. ലോഡ് ഫാക്ടറാണ് കാണേണ്ടത്. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പം ആവറേജ് ലോഡ് എന്നാന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലോഡ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ 8760. ശരിയാണല്ലോ? അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 61.5 ഇൻറ്റു 10⁻⁶/8760. ശരിയല്ലേ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 61.5 ഇൻറ്റു 10⁻⁶/8760. അതിൻ്റെ കൂടെ ആരും വേണം? മാക്സിമം ഡിമാൻഡും കൂടി വേണം. മാക്സിമം ഡിമാൻഡ് എത്ര? 20 അല്ലേ? അപ്പോൾ അത് ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 35% അല്ലെങ്കിൽ 0.35 എന്നുള്ള ലെവലിലുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു കേസ്. അടുത്തത് ജനറേറ്റിംഗ് ഹാസ് മാക്സിമം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഫോർമുലകളൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 MW. ലോഡ് ഫാക്ടർ ഉണ്ട്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്, പ്ലാന്റ് യൂസ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, കുറേ ഫോർമുലകളുണ്ട്. നമുക്ക് എല്ലാ ഫോർമുലകളെയും ഒന്ന് എഴുതാം. റിസർവ് കപ്പാസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ റിസർവ് കപ്പാസിറ്റി കാണണമെങ്കിൽ ആദ്യം എന്താ അറിയണം? പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടണം അല്ലേ? പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ കിട്ടും? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ നമ്മുടെ PCF എന്നായിരുന്നു. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് എന്ന് കാണും ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി അല്ലേ?
അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.5. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആദ്യം ആവറേജ് ലോഡിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആവറേജ് ലോഡിനെ കണ്ടുപിടിക്കണം. നമ്മൾ ലോഡ് ഫാക്ടറിലേക്കാണ് ആദ്യം പോകേണ്ടത്. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് AL, ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പം ഇവിടെ ലോഡ് ഫാക്ടറും മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം. യു വിൽ ബി ഗെറ്റിംഗ് ആവറേജ് ലോഡ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. അപ്പോൾ അത്ര കിട്ടും. ലോഡ് ഫാക്ടർ 0.6, മാക്സിമം ഡിമാൻഡ് 25. ഷുവർ ആൻസർ വിൽ ബി 15 MW. നിങ്ങൾക്ക് ആവറേജ് ലോഡ് കിട്ടി. ആ ആവറേജ് ലോഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 30 MW കിട്ടും. ആ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 മൈനസ് മാക്സിമം ഡിമാൻഡ് അതിരണ്ട് എത്രയാണ്? 25. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം 5 MW ആയിരിക്കും നിങ്ങളുടെ റിസർവ് കപ്പാസിറ്റി. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ക്ലിയർ? ഇനി അടുത്തത് ഡെയിലി എനർജി പ്രൊഡ്യൂസ്ഡ്. എന്താണ് ഡെയിലി എനർജി പ്രൊഡ്യൂസ്ഡ്? ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഡെയിലി എനർജി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതാണ് ഈ എനർജി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അത് കിലോ വാട്ട് അവർ ടേമാണ്. ഓക്കെ, അപ്പോൾ അവർ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ അല്ലെങ്കിൽ ഏരിയ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റർ ഇൻ എ ഡേ ആണ് അവർക്ക് കാണേണ്ടത്. അപ്പോൾ ഈ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ എങ്ങനെ കാണാൻ പറ്റും? അതിനല്ലേ നമ്മളുടെ ആവറേജ് ലോഡിൻ്റെ ഫോർമുല. എന്താണ് ആവറേജ് ലോഡിൻ്റെ ഫോർമുല? ആവറേജ് ലോഡ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ ഡേ. ഒരു ഡേ എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറും കൂടി വരും? നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഡിവൈഡ് ബൈ 24 hours. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് will be equal to average load into 24. ഓക്കെ, അപ്പോൾ ആവറേജ് ലോഡ് എത്രയാണ്? ആവറേജ് ലോഡ് നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 15 കിട്ടിയതുണ്ട്. 15 × 24 ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 360 MWh. ക്ലിയർ? സോ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഡെയിലി. അപ്പോൾ അതിനാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ വന്നത്. ഓക്കെ, പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ ഫോർമുല ചെയ്ത് വയ്ക്കുക. പ്ലാന്റ് യൂസ് ഫാക്ടർ, അപ്പോൾ UF യൂട്ടിലൈസേഷൻ ഫാക്ടർ ആവും, അത് വേണ്ട. ഇപ്പോൾ പ്ലാന്റ് യൂസ് ഫാക്ടറിന് നമ്മൾ രണ്ടെണ്ണം പഠിക്കുന്നുണ്ട്. ഒന്ന് മാക്സിമം ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരെണ്ണം നമ്മൾ പഠിക്കുന്നത് മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് അല്ലേ. അതായത് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അവരെന്താണ്? ദ മാക്സിമം എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് യൂസ് ഫാക്ടർ അറിയാലോ, എത്രയാണ്? 0.72. അപ്പോൾ ഇവിടെ 0.72 ഉണ്ട്. നിങ്ങളുടെ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 360 ആണ്. അവിടെ 360 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആരെ കിട്ടും? മാക്സിമം എനർജി പ്രൊഡ്യൂസ്ഡ് കിട്ടും. ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 500 mWh per day. നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കടക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? സോ അതാണ് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡീസൽ സ്റ്റേഷൻ്റെ ഇത് തരുന്നുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമറും ഡൊമസ്റ്റിക് പവറൊക്കെ തരുന്നുണ്ട്. മാക്സിമം ഡിമാൻഡ് തരുന്നുണ്ട്. നമ്പർ ഓഫ് kWh ജനറേറ്റഡും തരുന്നുണ്ട്. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി ഫാക്ടറാണ് കാണാൻ പറയുന്നത്. അപ്പം ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് അല്ലേ. സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇതാണല്ലോ ഡൈവേഴ്സിറ്റി ഫാക്ടർ. അപ്പോൾ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നും സം ഏതൊക്കെ? 1500 പ്ലസ് 750 പ്ലസ് 100 പ്ലസ് 450. അപ്പോൾ എത്ര കിട്ടും?
നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1500 പ്ലസ് 750 പ്ലസ് 450 പ്ലസ് 100 ബൈ മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് എത്ര 2500. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 1.1. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടറാണ് അപ്പോഴെപ്പോഴും ഗ്രേറ്റർ ആയ 1 ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞു. ഇനി ആനുവൽ ലോഡ് ഫാക്ടറാണ് കാണേണ്ടത്. അപ്പോൾ ആനുവൽ ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി നമ്പർ ഓഫ് കിലോ വാട്ട് അവർ ജനറേറ്റർ, നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇത് ഇന്ന ഇയർ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 8760. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ആവറേജ് ലോഡ് അല്ലല്ലോ, ആവറേജ് ലോഡ് കാണണം. അപ്പോൾ ആവറേജ് ലോഡ് കാണുമ്പോൾ എന്ത് ചെയ്യണം, യുവർ ആവറേജ് ലോഡ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് നമുക്ക് ആവറേജ് ലോഡ് ഇനിയും കിട്ടിയിട്ടില്ല. ഓക്കെ, ആവറേജ് ലോഡാണ് നമുക്ക് ആനുവൽ ലോഡ് ഫാക്ടർ അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ലോഡ് ഫാക്ടർ കാണണമെങ്കിൽ നമുക്ക് ആവറേജ് ലോഡ് അറിയണ്ടേ, ശരിയല്ലേ? ആവറേജ് ലോഡ് എന്ന് പറയുന്നു, ഒരു മിനിറ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് അല്ലേ. നമുക്ക് മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, പക്ഷേ ആവറേജ് ലോഡ് തന്നിട്ടില്ല. അതിന് പകരം നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹവേഴ്സ് ഇൻ എ ഇയർ. അത് പെർ ആനം ആയതുകൊണ്ട് എത്രയാണ്, 8760. അതാണ് പറഞ്ഞത് ഇവിടെ 4500/5 ഡിവൈഡഡ് ബൈ 8760 ചെയ്യാൻ. അതിൻ്റെ ഉത്തരമാണ് ഏകദേശം ഒരു 500 kW അടുപ്പിച്ച് വരും. ആ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 500/2500 യു വിൽ ബി ഗെറ്റിംഗ് 20% അടുപ്പിച്ചിട്ടുള്ളൊരു വാല്യൂ. ക്ലിയർ? അപ്പോൾ ലോഡ് ഫാക്ടർ 20% നമുക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. ലാസ്റ്റ് പ്രോബ്ലം, എ പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, ലോഡ് ഫാക്ടർ ഉണ്ട്, പ്ലാന്റ് കപ്പാസിറ്റി, റിസർവ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് കാണണം. പ്ലാന്റ് കപ്പാസിറ്റി കാണണമെങ്കിൽ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എടുക്കണം. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ ആവറേജ് ലോഡ് ആനുവൽ അല്ലേ, അപ്പോൾ ആവറേജ് ലോഡ് ഇൻ ഇയർ ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ചെയ്താൽ നിങ്ങൾക്ക് പ്ലാന്റ് കപ്പാസിറ്റി കിട്ടും. അപ്പോൾ ആദ്യം ആവറേജ് ലോഡ് കണ്ടുപിടിക്കണം. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 0.4. ആവറേജ് ലോഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് ഫാക്ടറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്, ആവറേജ് ലോഡ് കാണണം. അപ്പോൾ ആവറേജ് ലോഡ് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആവറേജ് ലോഡ് കാണണമെങ്കിൽ ആവറേജ് ലോഡ് ഈക്വൽ ടു വാട്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ 8760. ശരിയല്ലേ? നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് നമുക്ക് എങ്ങനെ കിട്ടും, നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ലോഡ് ഫാക്ടർ തന്നിട്ടില്ല 0.5. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റർ ഈക്വൽ ടു ഈ 8760 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ. ശരിയല്ലേ? മാക്സിമം ഡിമാൻഡ് 1500, ലോഡ് ഫാക്ടറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറൗണ്ട് 65 kWh കിട്ടും. ഇതാണ് നിങ്ങളുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ലോഡ്. ഓക്കെ, അപ്പം നമ്മുടെ അത് ഇവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ 0.4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് ഒരു 18,000 സംതിങ് ആണ് കിട്ടുക. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. ഓക്കെ, സിമ്പിൾ അനാലിസിസ് ആണ്, വേറെ വലിയ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഫോർമുലാസ് പക്കയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ ഓവർ ഹെഡ് ലൈനിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു.
എക്കണോമിക്സിൻ്റെ പോർഷൻ കഴിഞ്ഞു, എക്കണോമിക്സ് കഴിഞ്ഞു, ഓവർഹെഡ് ലൈൻ കഴിഞ്ഞു, അണ്ടർഗ്രൗണ്ട് കേബിളുകൾ കഴിഞ്ഞു. അങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൾട്ട് പഠിക്കാനുണ്ട്, അതുപോലെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ ഫോൾട്ടിനെ കുറിച്ചും പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലാസ്സുകളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ ദെൻ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.